കാലത്തുണരണം കാലത്തുണരണം പാലകന്മാരെ നിങ്ങൾ കാലും മുഖവും കഴി പഠിക്കണം പാഠങ്ങൾ ഓരോന്നുമേ സത്യം പറയണം നിത്യം കുളിക്കണം കൃത്യത പാലിക്കണം മാതാപിതാക്കൾക്ക് മോദം വരത്തക്ക നന്മകൾ ചെയ്തിടണം മാതാപിതാക്കൾക്ക് മോദം വരത്തക നന്മകൾ ചെയ്തിടണം കാലത്തുണരണം കാലത്തുണരണം പാലകന്മാരെ നിങ്ങൾ നിത്യം കുളിക്കണം സത്യം പറയണം കൃത്യത പാലിക്കണം മാതാപിതാക്കൾക്ക് മോദം വരത്തക്ക നന്മകൾ ചെയ്തിടണം. ഈ പാട്ടിൻ്റെ ഉടമയായ ശ്യാമളയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ഗായികയായിട്ടല്ല, പകരം ഒരു കാലഘട്ടത്തിൽ മലയാള വീടുകളിൽ ചിരപരിചിതമായ പരമ്പുൽപ്പന്നങ്ങളുടെ നിർമ്മാതാവായിട്ടാണ്. പുനലൂർ പ്ലാച്ചേരി മാലതി ഭവനിൽ 82കാരിയായ അന്നമ്മയെന്ന ശ്യാമളയാണ് ഇപ്പോഴും പഴമയെ നെഞ്ചോട് ചേർത്തു വയ്ക്കുന്നത്. കലേനാട് സ്വദേശിനിയായ ശ്യാമള കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഈ രംഗത്തുണ്ട്. മുള ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എത്തിയ ശേഷം ഇവിടെ വെച്ച ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. പുനലൂർ മാർക്കറ്റിലും പാതയോരത്തുമാണ് ശ്യാമള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. പായും പരമ്പും കുട്ടയും വട്ടിയുമെല്ലാം മലയാളിക്ക് ഗൃഹാതുരത്വം നൽകുന്ന ഓർമ്മകൾ മാത്രമായി മാറുന്നു. കുട്ട, വട്ടി, ചോറുകുട്ട, പരമ്പ്, കയ്യാലക്കുട്ട, അടപ്പുകുട്ട, മുറം, മീൻകുട്ട എന്നിങ്ങനെ വിവിധ സാധനങ്ങൾ ശ്യാമള നിർമ്മിക്കാറുണ്ട്. ഇത് തോട്ടത്തിൻ്റെ അരുവിനൊക്കെ പോയി ഞാൻ വെട്ടിക്കൊണ്ട് വരുമായിരുന്നു ആയ കാലത്ത്. 80 വയസ്സുണ്ട് എനിക്ക്. ഇപ്പം വയ്യാത്തതുകൊണ്ട് ആരെങ്കിലും കാല് പിടിച്ച് പിള്ളേർക്ക് 100 കൊടുത്ത് വെട്ടിക്കൊണ്ട് വന്ന് ഇത് പുല്ല് കൊണ്ടുവന്ന് കടകളിൽ കൊടുക്കും. പകുതി വില പോലും കിട്ടത്തില്ല. പിന്നെ ഞാൻ അറിയുന്ന തൊഴിലായതുകൊണ്ടങ്ങ് ചെയ്യുക. പിന്നെ ആഹാരവും തുണിയൊക്കെ ഇവർ വാങ്ങിച്ചു തരും. കിടക്കും. പഠിപ്പിച്ചത് ഞാൻ കണ്ടു പഠിച്ചതാണ്. തൊഴിൽ ചെയ്യുന്നവരുടെ അടുത്ത് എന്നിരുന്ന് കണ്ടു പഠിച്ചതാണ്. കണ്ട് പഠിച്ച് ഞാൻ ഇങ്ങനെ ചെയ്ത് എല്ലാം അഴിച്ചു കളയും, പിന്നെയും ചെയ്യും, പിന്നെ അഴിച്ചു കളയും, പിന്നെ ശരിയായി. അത് പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് ഒരേ ബുദ്ധിയുണ്ട്. ഒരിടത്ത് 4 പൊളി ഇടണം, ഒരിടത്ത് 2 ഇടണം, ഒരിടത്ത് ഒരെണ്ണം. ഇത് പകുതി തീരാറാകുമ്പം ഒരെണ്ണം തെറ്റിപ്പോയാൽ മൊത്തം അഴിക്കണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ തന്നെ ഇപ്പം തിരിച്ചിട്ടപ്പോൾ 3 എടുത്ത് പിന്നെ 4 എടുത്ത് ഇങ്ങനെ 3 എണ്ണം വീതം എടുക്കണം. അത് ചിലരൊക്കെ പഠിക്കത്തുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇത് തിരിച്ചിട്ട് ഇത് കളഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ ഒറ്റ വരണം, 2 വരണം, 3 വരണം. പൊളി കിട്ടുന്നത് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ തന്നെ മുറിച്ച് കണ്ടിച്ചെടുക്കുന്നതാണ്. എല്ലാവരും ചോദിക്കും കൈ മുറിയത്തില്ലേന്ന്. ഇത് നമ്മൾ പഠിച്ചാൽ നമുക്കൊന്നുമില്ല. ഏത് പണിയും നമ്മൾ പഠിച്ചാൽ നമുക്ക് കഴിവും ബുദ്ധിയും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചെയ്യും. ചുമ്മാതെ വല്ലവരും മുതലും ഓടിക്കാനോ ചുമ്മാ നടന്ന് പൈസ മേടിക്കുന്നതിനെക്കാട്ടിയൊക്കെ ലാഭത്തില്ലേ നമ്മൾ വീട്ടിലിരുന്ന എല്ലാവരും എല്ലാം തരികയും ചെയ്യും, എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യും. മണ്ണി നോക്കാനോ കല്യാണം നോക്കാനോ ഒന്നും പാനെന്നെ കൊണ്ടൊക്കത്തില്ല. ഈ മുടന്തുണ്ട്. അതുകൊണ്ട് ഇപ്പം ആണെങ്കിൽ പിള്ളേർ മറ്റത്തൊക്കെ നടക്കുമ്പോൾ തന്നെ കിടന്ന് വഴക്ക് പറയും. അതിന് ഒരിടത്ത് ആഹാരം എന്താണെന്ന് ഇവിടെ ഇരുത്തി ഇത് ചെയ്യിപ്പിക്കും, ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്ന് വിൽക്കും. ഇങ്ങനെയൊക്കെ ഇനി ഇവർ ഈ ഒരു കുടുംബം എന്നെ നോക്കുന്നത്. പിന്നെ അയൽക്കൂട്ടത്തിൽ ഞായറാഴ്ചയൊക്കെ ഒന്ന് പോകും. പിന്നെ ഇപ്പം അങ്ങനെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ 1 വർഷം കൊണ്ടൊന്നും അയൽക്കൂട്ടത്തിനും പോകുന്നില്ല. ഒത്തിരി അങ്ങ് പോകണം. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ. പിന്നെ പണ്ട് ആഹാരത്തിൻ്റെ ആണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് 80 വയസ്സുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ് ആരുടെ അച്ഛനും അമ്മയും എല്ലാം ഉള്ള കാലത്ത് നല്ലപോലൊക്കെ കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ പോന്നു. പിന്നെ എല്ലാ കാര്യവും ഇവരാ നോക്കുന്നത്. ആങ്ങളമാരും പെങ്ങന്മാരും എല്ലാം വരുമ്പോൾ എല്ലാം തരുന്നതും അവരുടെ മക്കളും ഒക്കെ തരുന്നു. അംഗപരിമിതിയായ ശ്യാമള പ്ലാച്ചേരിയിലെ ജയപ്രകാശിൻ്റെയും സതിയുടെയും ഒപ്പം അവരുടെ വീട്ടിലാണ് താമസം. ഞങ്ങളുടെ ഒരു നെയ്ബറാണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് പണ്ട് പുരാനെ ഞങ്ങളുടെ അറിയുന്ന ഒരു വീടും ഒക്കെയാണ്. എൻ്റെ അച്ഛനൊക്കെ കൃഷിക്കാരൊക്കെ ആയിരുന്നു.
അങ്ങനെ ഇതിന് കല്യാണമൊന്നും കഴിച്ചതല്ല. അങ്ങനെ ഇത് ഇച്ചിരി അംഗവൈകല്യമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അങ്ങ് നിന്ന്. അങ്ങനെ ഞങ്ങളൊരു അമ്മയെ പോലെ അങ്ങ് നോക്കി. ഞങ്ങളൊക്കെ പുറത്ത് പോയപ്പം പിന്നെ ഓരോ മക്കളുടെ വീടുകളിലും മാറി മാറി നിൽക്കും. അങ്ങനെ നിന്ന് ഇങ്ങനെ ആഹാരവും വസ്ത്രവും അതിന് വേണ്ടുന്ന മരുന്നും അതൊക്കെ ഉള്ളത് ഒക്കെ അനുസരിച്ച് നമ്മൾ കൊടുക്കും. നമ്മൾ അത്ര റിച്ചൊന്നും അല്ല, സാധാ ആളുകളാണ്. പിന്നെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പം ഇത് വട്ടി നെയ്ന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ രാവിലെ മുറ്റമൊക്കെ തൂത്തിട്ട് അതിരുന്ന് ഈ വട്ടി നെയ്ത് 10 രൂപ ആകുമ്പം ചന്തയിൽ കൊണ്ടുപോകും. പക്ഷേ കണക്കും കാര്യം അറിയാത്തതുകൊണ്ട് അതിന് പൈസയും കിട്ടില്ല. ഒരു വട്ടിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ അതിന് 10 രൂപ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി വിഷമവും പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഭർത്താവും മക്കളുമില്ലാത്ത ശ്യാമളയുടെ സംരക്ഷണം ഇവർ ഏറ്റെടുക്കുകയായിരുന്നു. മുള, ഈറ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ കൃത്യമായ പരിശീലനമൊന്നും ശ്യാമളയ്ക്ക് ലഭിച്ചിട്ടില്ല. കണ്ടും കേട്ടും പഠിച്ച അറിവിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ തന്മയത്വത്തോടെ ശ്യാമള നിർമ്മിച്ചെടുക്കുന്നത്. പഴയകാല ഉൽപ്പന്നങ്ങൾ കൂടുതൽ കൃത്യതയോടെ ഇപ്പോഴും നിർമ്മിക്കുന്നതിൽ ശ്യാമളയുടെ കരവിരുതും വളരെ മനോഹരമാണ്. പ്രഭ അയൽക്കൂട്ടത്തിലെ അംഗമായ അന്നമ്മ എന്ന് വിളിക്കപ്പെടുന്ന ശ്യാമള എന്നാണ് ഈ കക്ഷിയുടെ യഥാർത്ഥ പേര്. ഇവരുടെ ഒരു സർഗവാസന തന്നെയാണ് ഈ കുട്ട, വട്ടി, മുറം എന്നിവയുടെ നെയ്ത്ത്. ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് വീടും സ്ഥലവും അനുവദിച്ചിട്ടുണ്ട്. അത് കലയനാട് വാർഡിലാണ് ആ വീടും സ്ഥലവും ഉള്ളത്. പിന്നെ നമ്മുടെ ആശ്രയ ഗുണഭോക്താവിൽ ഇനി അവരെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യകത അവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇവരുടെ നിത്യ ചെലവുകളെല്ലാം കഴിഞ്ഞു പോകുന്നത് ഈ പറയുന്ന നളിനിയമ്മയുടെ മക്കളിലൂടെ തന്നെയാണ്. എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഈ ശ്യാമള 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അവരൊരു വികലാംഗ കൂടിയാണ്. ആ തരത്തിൽ അവരുടെ ജീവിതമാർഗം കണ്ടെത്തി കൊണ്ടുപോകുന്നു. പിന്നെ കുടുംബശ്രീയിലെ സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ ഈ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് കുടുംബശ്രീ റെഗുലറായിട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടി ഈ നടന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവരിപ്പോൾ റെഗുലറായിട്ട് അയൽക്കൂട്ടങ്ങളിൽ പോകുന്നില്ല. എങ്കിലും പോലും ത്രിഫ്റ്റും ലോണും എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ആ അയൽക്കൂട്ടത്തിൽ അടയ്ക്കുന്നു. പ്രഭ അയൽക്കൂട്ടത്തിലെ അംഗമാണ് അവർ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.